ഈ കേരള സ്റ്റോറിയുടെ കാര്യത്തിൽ KNMന്റെ നിലപാടെന്താണ്? കേരള സ്റ്റോറിയുടെ കാര്യത്തിൽ കേരളത്തിൽ എല്ലാവർക്കും ഒരേ നിലപാടേ ഉള്ളൂ. നമ്മൾ നേരത്തെ ഇവിടെ വെച്ച് തന്നെ അതിനെക്കുറിച്ച് പറഞ്ഞതാണ്. കേരള സ്റ്റോറി ഒന്നാം ഭാഗം വന്നപ്പോൾ ഇല്ലാത്ത കഥകളാണ് അതിൽ പറയുന്നത്. ഇപ്പോൾ അതിൻ്റെ ട്രെയിലറിൽ കാണാൻ കഴിയുന്നത് കേരളത്തിലെ ഒരു മുസ്ലിം സ്ത്രീ മുസ്ലിമല്ലാത്ത ഒരു പെൺകുട്ടിയുടെ വായിൽ ബീഫ് കുത്തിക്കയറ്റുന്ന, ബീഫ് തിന്നാൻ നിർബന്ധിക്കുന്ന ചിത്രങ്ങളാണ്. ഇത് കേരളത്തിൽ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല, ഉണ്ടാവുകയുമില്ല. കേരളത്തിൽ എല്ലാവരും ബീഫ് കഴിക്കുന്നുണ്ട്. എല്ലാ വിഭാഗത്തിലും പെട്ട ആളുകൾ ബീഫ് കഴിക്കാത്തവരുമുണ്ട്. അത് കഴിക്കുന്നവർ കഴിക്കുക, കഴിക്കാത്തവർ കഴിക്കാതിരിക്കുക എന്നല്ലാതെ കഴിക്കുന്നവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനോ കഴിക്കാത്തവരെ ബീഫ് നിർബന്ധിച്ച് കഴിപ്പിക്കാനോ ഇവിടെ ആരും ശ്രമിച്ചിട്ടില്ല. ഇത്തരം സിനിമകൾ ഉണ്ടാക്കുന്ന ആളുകൾ കേരളത്തിൽ വന്ന് നമ്മോടൊപ്പം താമസിച്ച് കാര്യം മനസ്സിലാക്കുകയാണ് വേണ്ടത്. അതിൻ്റെ ഒന്നാം ഭാഗത്തിന് അവാർഡ് കിട്ടി. ഇനി രണ്ടാം ഭാഗം വരുമ്പോഴും അതിന് അവാർഡ് കിട്ടും. അവാർഡിന് ജൂറി അതിന് ചില നിബന്ധനകൾ നോക്കിയിട്ടല്ലേ കൊടുക്കുക. അതായത് സിനിമയുടെ മൂല്യം, സിനിമയുടെ പാഠം, സിനിമ നൽകുന്ന സന്ദേശം, അതിൻ്റെ ഇമ്പാക്റ്റ്, ഉണ്ടാകാൻ പോകുന്ന ഇമ്പാക്റ്റ്, ഇങ്ങനെ ഒന്നുമില്ലാതെ ഇപ്പോൾ കലാകാരന്മാരും സിനിമാ സംവിധായകന്മാരും പോലും പലരും പറയുന്നത് ഒന്നിനും കൊള്ളാത്ത കളവുകൾ മാത്രമുള്ള കഥയാണ് ഈ കേരള സ്റ്റോറിയിൽ വരുന്നത് എന്നാണ്. നമ്മുടെ ഭരണകക്ഷിയിലും പ്രതിപക്ഷത്തിലുമുള്ള വളരെ വലിയ നേതാക്കന്മാരും അതുപോലെ തന്നെ സാംസ്കാരിക രംഗത്തുള്ളവരും ഈ സിനിമ വളരെ മോശമാണ്, ചെയ്യാൻ പാടില്ലാത്തതാണ്, കേരളത്തിലെ ജനങ്ങളെ തമ്മിലടിപ്പിച്ച് നശിപ്പിക്കാനാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് തന്നെയാണ് നമുക്കും സൂചിപ്പിക്കാനുള്ളത്. പക്ഷേ ഇതിലുമുള്ള ഒരു സങ്കടം, സിനിമാ രംഗത്തുള്ള പ്രമുഖർ, സിനിമാ രംഗത്തുള്ള സംഘടനകൾ അവർ ഗുരുതരമായ മൗനം പാലിക്കുന്നു എന്നതാണ്. അതും ഭയപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഈ സിനിമ വരാൻ പാടില്ല എന്ന കേരളത്തിലെ എല്ലാ ജാതി മതസ്ഥരുടെയും എല്ലാ രാഷ്ട്രീയക്കാരുടെയും അഭിപ്രായം തന്നെയാണ് നമുക്കും പറയാനുള്ളത്. അല്ല, അതൊക്കെ ആവശ്യമാണ്. അതായത് ബോധവൽക്കരണം വേണം, കോടതിയിൽ പോകണം, രാഷ്ട്രീയമായി നേരിടണം, നിയമത്തിൻ്റെ വഴി നോക്കണം. കാരണം നമുക്കിവിടെ ശാന്തമായി ജീവിക്കണ്ടേ. എത്ര നല്ല കേരളമാണ്. നമ്മൾ പറയുന്നത് ഗോഡ്സ് ഓൺ കൺട്രി എന്നാണ്. കേരളത്തിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ഒരു നവോത്ഥാനം മൂലം വളർന്നു വന്ന ഒരു പ്രദേശമല്ലേ ഇത്. ഇത് വീണ്ടും വർഗീയതയും വിഭാഗീയതയും മതത്തിൻ്റെ പേരിലുള്ള അകൽച്ചയും ഉണ്ടാക്കിയിട്ട് ആർക്കാണ് അതിൻ്റെ ഗുണം? ആർക്കും അതിൻ്റെ ഗുണം കിട്ടുകയില്ല എന്നത് ഉറപ്പാണ്.